ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഫസ്റ്റ് ടേം 2024-25 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം, മൂവാണ്ടൻ മാവിൻ്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള നീലം മാവിൻ്റെ കമ്പ് ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം മാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉത്തരം: ഇവ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു, നല്ല വിളവ് ലഭിക്കുന്നു. പിന്നെ മാവിന് നല്ല ശക്തിയുള്ള വേരുകളും നല്ല വളർച്ചയും ഉണ്ടാകുന്നു. ബി ക്വസ്റ്റ്യൻ, വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈച്ചെടി നട്ടിട്ടും കർഷകന് മികച്ച വിളവ് ലഭിച്ചില്ല. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: മികച്ച വളപ്രയോഗം, ശരിയായ നനപ്രയോഗം, കീട നിയന്ത്രണം. സി ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന 2 പയർച്ചെടികളുടെയും ഗുണങ്ങളോടുകൂടിയ പുതിയ ഇനം പയർച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏതു മാർഗം സ്വീകരിക്കണം? അതിന് കൃത്രിമ പരാഗണം. ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനം, എൻ്റെ ഇപ്പോൾ 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പെൺകുട്ടി പറയാണ് എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് ചെമ്പ് പാത്രത്തിലാണ്. ആൺകുട്ടി പറയും എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് മൺഭരണിയിലാണെന്ന്. അപ്പോൾ ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട്? കാരണം ആൺകുട്ടി പറഞ്ഞ മൺപാത്രത്തിലാണ് സാധാരണയായിട്ട് എല്ലാവരും പുളി സൂക്ഷിക്കുക. കാരണം എന്താ? പുളിയിലുള്ള ആസിഡ് ചെമ്പ് പാത്രവുമായിട്ട് പ്രവർത്തിച്ച് അത് പുളി നശിക്കുന്നു. അതുകൊണ്ടാണ് ഇത് മൺപാത്രത്തിലാണ് പുളി സൂക്ഷിക്കാൻ നല്ലതെന്ന് പറയുന്നത്. ഇനി ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ താഴെ കൊടുക്കുന്നു. അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ആസിഡാണ് അല്ലേ? ആസിഡ് ബേസ്. അപ്പോൾ ആസിഡാണ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്. മരുന്നുകളിൽ ഉപയോഗിക്കുന്നത് ബേസ്. പിന്നെ രാസവളം ഉണ്ടാക്കാനായിട്ട് ആസിഡ്. ഗ്ലാസ് നിർമ്മാണത്തിന് ബേസ്. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ബേസാണ്. അടുത്തത്, സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഏത്? ശരിയായവ മൂന്നാമത്തെ, സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡർ ഉപയോഗിക്കുന്നു. പിന്നെ സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ഉപയോഗിച്ച ചില വളങ്ങളുടെ പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രസ്താവനകളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. കൂടുതൽ അളവിൽ വേണ്ടിവരും. എന്താണ്? ജൈവവളങ്ങൾ. ജൈവവളം എന്ന് പറയുമ്പോൾ ചാണകം, ആട്ടിൻകാഷ്ടം, അതൊക്കെയാണ് ജൈവവളങ്ങൾ. രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ NPK, പൊട്ടാഷ്, അങ്ങനെ രാസവളങ്ങൾ. കൂടുതൽ അളവിൽ വേണ്ടിവരും ജൈവവളങ്ങൾ. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കും. അതേതിലാണ്? രാസവളങ്ങളാണ് അല്ലേ? മണ്ണിന് ദോഷകരമല്ലാത്തത് ജൈവവളങ്ങൾ. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയും. അത് രാസവളത്തിൽ. കുറഞ്ഞ അളവിലും മതി. എല്ലുപൊടിയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് അളവിൽ മതി. ഇനി കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക കീടനിയന്ത്രണം. ഇതുകൂടാതെ കർഷകർ സാധാരണ സ്വീകരിക്കുന്ന മറ്റു 2 കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതെല്ലാം? ഒന്ന്, ജൈവ നിയന്ത്രണം അല്ലേ? കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ചെറിയ പക്ഷികൾ, തവളകൾ. പിന്നെ രാസനിയന്ത്രണം എന്ന് പറയുമ്പോൾ കീടനാശിനികൾ തളിച്ചുകൊണ്ട് കീടങ്ങളെ നശിപ്പിക്കൽ. അടുത്തത്, പദജോഡികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ പൂരിപ്പിക്കുക. മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ എന്നാണ് പറയുക. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പിക്കൾച്ചർ. നാലാമത്തെ പ്രവർത്തനം, ടോർച്ച് സെൽ
ടോർച്ച് സെൽ, ഇൻസുലേറ്റഡ് ചെമ്പുകമ്പി, LED മൊഡ്യൂൾ എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ക്രമീകരിച്ചു. ചെമ്പുകമ്പിക്ക് നീളം കുറവാണ്. സർക്യൂട്ട് പൂർത്തിയാക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ വസ്തുക്കൾ പ്രയോജനപ്പെടുത്തും? ഉത്തരം മുട്ടുസൂചി, നാണയം, നനഞ്ഞ കടലാസ്, പെൻസിൽ ഗ്രാഫൈറ്റ്. ഇനി ബി ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരു അടഞ്ഞ സർക്യൂട്ടിൻ്റെ ചിത്രം വരയ്ക്കുക. ഇതുപോലെ കേട്ടോ. സി ക്വസ്റ്റ്യൻ. വൈദ്യുത ലൈനുകളായി സാധാരണ ഉപയോഗിക്കുന്ന ലോഹം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വൈദ്യുത ലൈനായിട്ട് ഉപയോഗിക്കുന്നത്? അലുമിനിയം കമ്പികളാണ്. അഞ്ചാമത്തെ പ്രവർത്തനം. കായിക പ്രജനനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തീകരിക്കുക. കറിവേപ്പ്, അതെന്താണ്? വേരാണ് നമ്മൾ നടുന്നത്. പിന്നെ കാണ്ഡം, സ്റ്റെമ്മ്, മരച്ചീനിയും കരിമ്പൊക്കെ. ഇലമുളച്ചിയാണ്. ഇലമുളച്ചിയിൽ ഇലയാണ് നടുന്നത്. ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ ചേമ്പ്, ഭൂകാണ്ഡം, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അടുത്തത്. ചുവന്ന ചെമ്പരത്തിയിൽ വിവിധ നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ ഉണ്ടാക്കാൻ പലതരം ചെമ്പരത്തി ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്തു. ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ക്രമമായി എഴുതുക. ആദ്യ ഘട്ടം ചുവടെ ചേർക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള ചെമ്പരത്തികളുടെ മുകുളങ്ങൾ തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. അതൊന്നാമത്. രണ്ടാമത്തെ. ചുവന്ന ചെമ്പരത്തിയിലെ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളിലെ പുറംതൊലി ചെത്തിമാറ്റുക. ഇനി റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗങ്ങളിൽ മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റുക. സി ക്വസ്റ്റ്യൻ. വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ വികസിപ്പിച്ചെടുക്കുന്ന കാർഷിക വിളകളും ചുവടെ കൊടുക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, CTCRI. കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കാർഷിക വിള. പിന്നെ രണ്ടാമത്തെ. തെങ്ങ്, കവുങ്ങ് വരുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, CPCRI. ആറാമത്തെ പ്രവർത്തനം. നാരങ്ങനീര്, വിനാഗിരി, പുളിവെള്ളം, മോര് എന്നീ ലായനികളിൽ പതിമുഖ വെള്ളം ഒഴിച്ചപ്പോൾ മഞ്ഞ നിറമായി. ഇത്തരം ലായനികളുടെ ഏതെങ്കിലും 2 പൊതുസ്വഭാവങ്ങൾ എഴുതുക. പൊതുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? പുളിരുചിയാണ്. പിന്നെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. ബി ക്വസ്റ്റ്യൻ. നാം കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഭക്ഷണ പദാർത്ഥം പുളി, ടാർട്ടാറിക് ആസിഡാണ് പുളിയിൽ. ടാർട്ടാറിക് ആസിഡ്. തക്കാളി, ഓക്സാലിക് ആസിഡ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക് ആസിഡ്. സി ക്വസ്റ്റ്യൻ. വീര്യം കൂടിയ ആസിഡ് ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 4 മുൻകരുതലുകൾ എഴുതുക. എന്തൊക്കെയാണ്? ആസിഡ് എടുക്കുമ്പോൾ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കുക. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. ഇനി ഏഴാമത്തെ പ്രവർത്തനം. ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ഉപയോഗങ്ങൾക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ഇലക്ട്രിക് വയറിൻ്റെ ഇൻസുലേഷൻ കളയുന്നതിന് പിക്ചർ ഡി ആണ് സ്ട്രിപ്പർ, വയർ സ്ട്രിപ്പർ. പിന്നെ വൈദ്യുത പ്രവാഹം പരിശോധിക്കുന്നതിന് ടെസ്റ്ററാണ് ആദ്യത്തെ, ടെസ്റ്റർ. ഇനി ബി ക്വസ്റ്റ്യൻ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? കാരണമെന്ത്? ഇവ വൈദ്യുതി കടത്തിവിടാത്ത ഇൻസുലേറ്ററുകളാണ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടാത്ത കാരണം കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും രക്ഷപ്പെടാം.
ഇനി ഇത്തരം വസ്തുക്കൾക്ക് മറ്റു ഉദാഹരണങ്ങൾ, 2 ഉദാഹരണം: തടി, റബ്ബർ. ഇനി 8ാമത്തെ പ്രവർത്തനം, ശാസ്ത്ര കിറ്റിലുള്ള ചില സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പക്കാരം, ടെസ്റ്റ് ട്യൂബ്, മഗ്നീഷ്യം റിബൺ, വിനാഗിരി, ചുണ്ണാമ്പ് വെള്ളം, തീപ്പെട്ടി. അനുയോജ്യമായവ പ്രയോജനപ്പെടുത്തി ചുവടെ നൽകിയ ലക്ഷ്യത്തിലെത്താൻ ഒരു കുട്ടി പരീക്ഷണം ചെയ്തു. പരീക്ഷണക്കുറിപ്പ് പൂർത്തിയാക്കുക. ലക്ഷ്യം: ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് തിരിച്ചറിയണം. ഒബ്ജക്റ്റീവ്, ലക്ഷ്യം, അതാണ് എയിം. ഇനി മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്കതിന് വേണ്ടത്? മെറ്റീരിയൽസ്, സാമഗ്രികൾ: ടെസ്റ്റ് ട്യൂബ്, വിനാഗിരി, മഗ്നീഷ്യം, തീപ്പെട്ടി. പരീക്ഷണക്രമം, പ്രൊസീജിയർ: ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കുക. ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിച്ച് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുക. നിരീക്ഷണം: എന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം ശബ്ദത്തോടെ കത്തുന്നു. നിഗമനം: ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകമാണ് ശബ്ദത്തോടുകൂടി കത്തുന്നത്. അപ്പോൾ ഉണ്ടായ വാതകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്തത്, ആസിഡുകളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ രാസവള നിർമ്മാണത്തിന് ആസിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആസിഡുകളുടെ ഉപയോഗം.